ഒരപേക്ഷ നോക്കുമ്പോൾ യുധിഷ്ഠിരനെ ഇരിക്കുന്ന പോസ്റ്ററിലാണ് ഏതാണ്ട് ഒരു 10 അടി വലുപ്പമേ ഉണ്ടാവുള്ളൂ. കഴിച്ചാ ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ഇന്ന് നിൽക്കുന്നത് അനന്തപുരിയിലെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇവിടുത്തെ പൈങ്കുനി ദിനാചരണത്തോടനുബന്ധിച്ചുള്ള ഉത്സവമുണ്ട് 10 ദിവസത്തെ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലേക്ക്. അപ്പോൾ എല്ലാവർക്കും കിപ്പിഡ്സ് ഓൺ വീൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓൾറെഡി ഇവിടെ തൊഴുതിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടെ ബാക്കിൽ കാണുന്നത് പോലെ ഈ പഞ്ചപാണ്ഡവന്മാരെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ പൈങ്കുനിയുടെ ഉത്സവത്തിന് മാത്രമേ ഇവരെ ഇങ്ങനെ ഒരുക്കി നിർത്തത്തുള്ളൂ. ഈ ക്ഷേത്രങ്ങൾ പോലെയല്ല, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 2 തവണയായിട്ടാണ് ഉത്സവം നടത്തുന്നത്. ഈ വഴിയിൽ കൂടെ തന്നെ ഇപ്പോൾ നമ്മൾ വിദൂരതയിലൊരു കുട്ടിയെ കാണാം. കുട്ടി നമ്മളെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടി, നിങ്ങളുടെ അച്ഛനും അമ്മ എവിടെയാണ്? ഹലോ, അച്ഛനും അമ്മയില്ലേ? എവിടെയാണ്? എങ്ങനെ വന്നത് ഇവിടെ? ഹലോ, ഇയാളുടെ പേരെന്താണ്? ഇയാളുടെ പേരെന്താണ്? ആ കുട്ടി ഓടിക്കളഞ്ഞു ഗൈസ്. ഓടിപ്പോയ കുട്ടിയുടെ അമ്മ ഇവിടെ കണ്ടുകിട്ടിയിട്ടുണ്ട്. ആ കുട്ടി ഇതാ ഇവിടെ നിൽക്കുകയാണ്. ഹലോ, ഹായ്. കുട്ടി ഓടിക്കളഞ്ഞു ഗൈസ്. ഇവിടെ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്, നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് ഇവിടുത്തെ ചൂട്. ഇവിടെ എല്ലാ ആൾക്കാരും ഇവിടെ സൈഡിലോട്ടൊക്കെ കയറി ഒതുങ്ങി കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ നേർനടയുടെ സൈഡിൽ തന്നെ ഒരു ജ്യൂസിൻ്റെ ഒരു ഷോപ്പുണ്ട്. നമുക്ക് അവിടെ കയറി എന്തെങ്കിലും കുടിക്കാൻ കിട്ടുമെന്ന് നോക്കാം. അവിടെ ബദാം മിൽക്കെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ കമ്പനി ഐറ്റം മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് എന്തെങ്കിലും കുടിച്ചല്ലേ പറ്റും. നമുക്ക് സ്ലൈസ് തന്നെ പറഞ്ഞാൽ മതിയല്ല. ഇമ്മന് സ്ലൈസ് വാങ്ങാമേ. കൊള്ളാമോ? സൂപ്പറാണോ? ഇമ്മോന് പനിയല്ലേ? പനിയല്ലേ ഇമ്മോന്? പിന്നെ എന്തിനാ ഇത് കുടിച്ചത്? പനിയല്ലായിരുന്നു ആദ്യം നിനക്ക്? നമ്മളപ്പോൾ അവിടെ നിന്ന് ജ്യൂസ് കുടിച്ചു. ജ്യൂസ് നമ്മൾ ബദാം മിൽക്ക് നോക്കിയാണ് പോയത്, പക്ഷേ അവിടെ ബദാം മിൽക്കൊന്നും ഇല്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് സ്ലൈസും കുടിച്ചിട്ട് ഇനി നമുക്ക് ഇവിടുത്തെ ഒരുക്കി നിർത്തിയിരിക്കുന്ന പഞ്ചപാണ്ഡവന്മാരെ കാണിച്ചു തരാം. ആദ്യം തന്നെ വരുന്നത് പഞ്ചപാണ്ഡവരിൽ ഏറ്റവും മൂത്ത ആളായ യുധിഷ്ഠിരനാണ്. ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ യുധിഷ്ഠിരനെ ഇരിക്കുന്ന പോസ്റ്ററിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്ന് വന്നു കഴിഞ്ഞാൽ 2ാമത്തെ ആളായിട്ട് ഭീമനെയാണ് ഇവിടെ ഒരുക്കി നിർത്തിയിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ ഏറ്റവും പൊക്കമുള്ള രൂപവും ഭീമനാണ്. അപ്പോൾ ഈ ഭീമൻ്റെ രൂപം കെട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ പ്രത്യേക പൂജകളൊക്കെ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ കൂട്ടത്തിൽ പ്രധാനി ഭീമനാണെന്ന് വിശ്വസിക്കാം. കഴിഞ്ഞാൽ നമുക്കിവിടെ അർജുനൻ്റെ രൂപം കാണാൻ പറ്റും, 3ാമത്തെ ആളായ. പിന്നെ 4, 5 സ്ഥാനങ്ങളിലായിട്ട് നകുലനെയും സഹദേവനെയും നമുക്കിവിടെ കാണാൻ പറ്റും. കൂട്ടത്തിൽ ഏറ്റവും ചെറിയ രൂപം സഹദേവനാണ് കേട്ടോ ഗൈസ്. ഏതാണ്ട് ഒരു 10 അടി വലുപ്പമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള രൂപത്തിൻ്റെ ഒരു മിനിയേച്ചർ രൂപം എന്ന് വേണമെങ്കിൽ പറയാം സഹദേവൻ. തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് പത്മതീർത്ഥക്കുളം കാണാൻ പറ്റും. ഇവിടെ കുറച്ച് ആൾക്കാരെ ഒന്ന് മീനിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് അപ്പുറത്തെ വശത്തോട്ട് പോകുമ്പോൾ അവിടെ മീനിനെ കാണിച്ചു തരാം. നമുക്ക് വെയിലാണ് സഹിക്കാൻ പറ്റാത്ത കാര്യം. ഞാൻ തന്നെ ഇപ്പോൾ ഇമ്മൂനെയും പ്രിയയെ അവിടെ നിർത്തിയിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പരുവമാവും ഈ വെയിലത്ത് നടന്ന് വരുമ്പോൾ തന്നെ. നമ്മൾ കാറിലും അല്ല, ബൈക്കിലാണ് വന്നിരിക്കുന്നത്. കാറിലായിരുന്നെങ്കിൽ നേരെ അവിടെ ചെന്ന് കാറിനകത്ത് കയറി AC ഇട്ടിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ അത് പറ്റത്തില്ലല്ലോ. ഞാനിവിടെയൊക്കെ കുഞ്ഞിലെ വന്നിട്ടുള്ളതാണ്, അതായത് അമ്മൂമ്മ അപ്പനൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അല്ലാതെ അതിനുശേഷം വലുതായതിനു ശേഷം ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. ഇതൊന്നും കാണാനും പറ്റിയിട്ടില്ല. നമ്മൾ ഡെയിലി ഈ വഴിയൊക്കെ പോകുന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് ഒരു വിലയില്ലാതായി. അതെപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മുടെ വീടിനടുത്തുള്ള സാധനം നമുക്ക് വലിയ വില കാണത്തില്ല.
10:30 വരെയാണ് ഇവിടെ ദർശനം വരുന്നത്. അതിനുശേഷം ഇനി വൈകിട്ട് 4 മണിക്കാണ് ദർശന ടൈമിങ് വരുന്നത്. ഇത് കിഴക്കേനടയോട് ചേർന്ന് തന്നെ കുറച്ച് ഈ കരകൗശല ഐറ്റംസ് വിൽക്കുന്ന കടകൾ ധാരാളം കാണാൻ പറ്റും. അയ്യോ, ഇവിടെ നിർത്തിയിരുന്ന 2 ആൾക്കാരെ കാണാനില്ലല്ലോ. ആ, ഇവിടെ ഉണ്ട്. ഹായ്. ഓ, ഐസ്ക്രീമോ? ഈ പനിയായ നിനക്കോ? പനി പിടിച്ച് അത്യാവശ്യം നിലയിൽ കിടന്നിട്ട് കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു കുഞ്ഞിനാണ് ഇവിടെ വന്നിരുന്നിട്ട് ഐസ്ക്രീം വേണമെന്ന് പറയുന്നത്. നോ ഐസ്ക്രീം. അയ്യോ അയ്യോ. റിയാക്കത്തേക്ക് ചോക്കോ ബാർ, മോനെ മാംഗോ ബാർ, എനിക്ക് മാംഗോ ബാർ. നമ്മളിവിടെ പുറത്തിറങ്ങിയിട്ട് ആദ്യം ഒരു ജ്യൂസ് കുടിച്ചതിന് ശേഷം നമ്മളിതാ ഐസ്ക്രീം കുടിച്ചു. പക്ഷെ ഇതൊന്നും കുടിച്ചതായിട്ടേ അറിയുന്നില്ല, അത്രയ്ക്ക് ചൂടാണ് ഇവിടെ. ഇത് നിൽക്കാൻ പറ്റാത്ത ചൂട്. ഒരാളിവിടെ ഐസ്ക്രീം തിന്നുന്നതിൻ്റെ പൊടിപാടാണ്. 90% ഐസ്ക്രീം വെളിയിൽ, 10% വായിക്കരുത്. ഇതൊക്കെ എന്തോ കയ്യിൽ ഫേഷ്യൽ ചെയ്യുക. ഇപ്പോൾ 1:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ കയറിയതിന് ശേഷം നമുക്കിനി അങ്ങോട്ട് പോയിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ പഴയടത്തിൻ്റെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. സത്യം പറഞ്ഞാൽ പൈങ്കുഞ്ഞ് വീഡിയോ എടുക്കാൻ വന്നിട്ട് ഇതിപ്പോൾ ഫുഡ് ബ്ലോഗായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ജ്യൂസ്, ഐസ്ക്രീം, ഫുഡ്. സത്യം പറഞ്ഞാൽ വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. അപ്പോൾ നമ്മൾ ഐസ്ക്രീം കുടിച്ചിട്ട് പോലും നമുക്ക് ദാഹം നിൽക്കണ്ട. നേരത്തെ ജ്യൂസ് കുടിച്ചു, എന്നിട്ട് നമുക്ക് ദാഹം നിൽക്കണ്ട. നമ്മൾ ടാറ്റ കൊടുത്തേ, ഇവിടെ ടാറ്റ കൊടുത്തേ. അവിടെ സ്വാമിക്ക് ടാറ്റ കൊടുക്കും. സ്വാമിക്ക് ടാറ്റ കൊടുക്കും. അടുത്ത വർഷം വരാമെന്ന് പറ. വരുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ഹോട്ട് ചിപ്സിൻ്റെ ഒക്കെ കടകൾ കാണാൻ പറ്റും. അതായത് വെളിച്ചെണ്ണയിൽ വറുത്ത സാധനങ്ങൾ. പോകാമോ? ഇന്നത്തെ നമ്മുടെ സാരഥി സ്പ്ലെൻഡറാണ്. പോവാം. നമ്മൾ പഴയടം റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇന്ന് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്ക് കാണും. ഇപ്പോഴത്തെ സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ്. ഇരിക്കാൻ സ്ഥലമില്ല. ഇത്രയും ആൾക്കാരിവിടെ വെയിറ്റിംഗാണ്. ഇത്രയും പേരിവിടെ വെയിറ്റിംഗാണ്. ആഴ്ചയും കൂടെ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. ഇവിടെ സദ്യ മാത്രമേ ഉള്ളൂ. നമ്മളെന്താ ഇവിടെ ടോക്കൺ എടുത്തിട്ടുണ്ട്. 260 രൂപയാണ് ഒരു സദ്യ. അങ്ങനെ 2 ടോക്കൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവർ അവിടെ മേളിൽ ആളൊഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മളെ അങ്ങോട്ട് വിളിക്കും. നമ്മൾ മേളിൽ ചെന്നിരുന്ന് കഴിക്കും. അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് സീറ്റ് കിട്ടിയിരിക്കുകയാണ്. പിന്നെ പരിപ്പത്തി, നെയ്യത്തി, പപ്പടം, ഇതെന്തോ കൊണ്ടാട്ടം, ഉപ്പ്, ഇഞ്ചി, മാങ്ങ, നാരങ്ങ, പിന്നെ ഇതെന്താ സാധനം, പാവയ്ക്ക ഇട്ട് വെച്ച എന്തോ ഒരു പച്ചടിയാണ്. പിന്നെ ബീട്രൂട്ട് പച്ചടി. ഇതിൽ മുന്തിരിയൊക്കെ കിടപ്പുണ്ടല്ലോ. ക്യാരറ്റ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് എന്തോ ഒരു സംഭവമാണ്. പിന്നെ ഒരു തോരൻ, അവിയൽ, വടക്കറി, പിന്നെ ഓലൻ, പപ്പടം. ഇത്രയും തന്നെ. കഴിച്ചാ? നിങ്ങൾ കഴിച്ചാ? ഒന്നും കഴിക്കില്ല കഴിച്ചു, വെറുതെയാണ്. അവിടെ ഈ പപ്പടം തിന്ന് വെള്ളവും കുടിച്ചിട്ട് പോകും. അല്ല, അതൊക്കെ വെള്ളവും പപ്പടവും മാത്രമാണ്. നോ ആഹാരം, ഓൺലി വെള്ളം.
ആഹാരം അൺഹെൽത്തി എന്നാണ് എന്ന് പറയുന്നത്. നമുക്കെന്തായാലും കഴിക്കാം. എന്നാലും പപ്പടം എടുത്തതിൽ വെച്ച് ഈ പരിപ്പും നെയ്യും പപ്പടമൊക്കെ ഒന്ന് കൂട്ടി കുഴച്ചിട്ട് കഴിയാം. സൂപ്പർ. എത്ര ബിരിയാണി കഴിച്ചിരുന്നാലും സദ്യയുടെ ടേസ്റ്റ് കിട്ടുക അല്ലേ? സദ്യയുമാണ് ബിരിയാണിയുമാണ്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ കഴിച്ചിട്ട് വന്നിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? പായസം മാത്രം കൊള്ളൂലെന്നല്ല, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ബാക്കിയെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വയറ് ഫുള്ളായി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ ഒരു ബെഡ് കിട്ടിയിരുന്നെങ്കിൽ കിടക്കായിരുന്നു അല്ലേ? എന്തോന്ന് പറയണത്? എവിടെ പോണേ? ലാലുസതി ഇല്ല, ലാലുസതി വെളിയിൽ പോയി. നമുക്കിനി വീട്ടിൽ പോവാം. എന്തിനാ? വീട്ടിൽ പോവാം, നമ്മുടെ വീട്ടിൽ പോവാം. ഫസ്റ്റ് എങ്ങനെ കരയട്ടെന്നും പറഞ്ഞിട്ടിരിക്കുക. അങ്ങനെ സമയം ഇപ്പം 4:30 ആയിട്ടുണ്ട്. നമ്മൾ വീട്ടിലെത്തി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 3-4 മണിക്കൂറത്തെ യാത്ര ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായി. വേറൊന്നുമല്ല, നല്ല വെയിലാണ്. കാരണം ഈ വെയിലത്ത് നമ്മൾ വിചാരിക്കും പോലെ അല്ല. നമ്മൾ കാറിലൊക്കെ ആയിരുന്നെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ ബൈക്കിൽ നമ്മൾ 3 പേരുമായിട്ട് പോയിട്ട് വരുമ്പോൾ തന്നെ നന്നായിട്ട് നമ്മൾ നല്ല ടയേർഡാവും. അതുപോലെ തന്നെ നമ്മൾ അടുത്ത മാസം നമ്മൾ കുറച്ച് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പം വീഡിയോ ഇടുന്നത് കൺസിസ്റ്റൻസി വളരെ കുറവാണെന്നറിയാം. എന്നാലും മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 പേർക്കും ജോലിയുണ്ട്, പിന്നെ മോളെ സ്കൂളിൽ കൊണ്ടുപോകണം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വീഡിയോ ഇടുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടുത്ത മാസം തൊട്ട് നമ്മൾ കുറച്ച് പ്ലാനിങ് ഉണ്ട്. പ്ലാനിങ് എല്ലാം നടന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം അതുകൊണ്ട് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.